ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നൈസ് കിച്ചൻ. ഇന്ന് നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പൊരിച്ചെടുത്ത പെട്ടെന്ന് താണു പോവാത്ത രീതിയിലുള്ള ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത ഒരു പൂരിയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. ഈ ഒരളവ് മൈദ എടുക്കുമ്പം 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് റവയും കൂടി എടുക്കും. ഇനി ഇത് മൂന്നും കൂടി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ലതുപോലെ ഇതൊന്ന് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളം പാകത്തിന് ഉപ്പ് ചേർത്ത് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെ വീതം ഒഴിച്ച് നമുക്കിത് നല്ലതുപോലെ ഒന്ന് കൂട്ടിയെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കരുത്. കുറേശ്ശെ ഒഴിച്ച് പൊടിയുടെ എല്ലാ ഭാഗത്തും വെള്ളം ആക്കി വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ പൊടി നല്ലതുപോലെ കൂട്ടിയെടുത്തിട്ടുണ്ട്. എടുത്ത 1 കപ്പിൽ 1/4 കപ്പ് വെള്ളം ബാലൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പൊടി അത്യാവശ്യം മുറുക്കിയാണ് കുഴച്ചെടുത്തേക്കുന്നത്. ഈ ഒരളവിൽ വേണം കൂട്ടിയെടുക്കാൻ. വെള്ളം കൂടുതൽ ഒഴിച്ച് സോഫ്റ്റ് ആക്കിയാൽ പൂരി പൊരിക്കുമ്പം കറക്റ്റായിട്ട് പൊങ്ങിക്കിട്ടില്ല. അതുപോലെ തന്നെ പൊരിച്ചെടുത്ത ഉടനെ തന്നെ അതങ്ങ് താണു പോകും. ഇങ്ങനെ മുറുക്കി കൂട്ടിയെടുത്ത പൊടിയിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് നല്ല സോഫ്റ്റ് ആകുന്നത് വരെ നമുക്ക് കുഴച്ചെടുക്കണം. ഇങ്ങനെ കുഴച്ച് മാവ് സോഫ്റ്റ് ആക്കി എടുത്താൽ മാത്രമേ പൂരി നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ 5 മിനിറ്റ് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. 1 മണിക്കൂർ ആയപ്പം ഇത് കണ്ട മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്നും കൂടി നമുക്കൊന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ചെറിയ ഉരുളകളാക്കി എടുത്ത് വെക്കാം. ഇനി നമുക്ക് പൂരി വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഓരോ ഉരുള എടുത്ത് പ്രസ് പാനിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കണം. അപ്പോൾ പ്രസ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വലിപ്പം കുറച്ചും കൂടിയും വേണമെന്നുണ്ടെങ്കിൽ ആദ്യം പ്രസ് ചെയ്ത ഭാഗം ഒന്ന് തിരിച്ച് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ വശവും നമുക്ക് ഒരേ കനത്തിൽ തന്നെ പ്രസ് ചെയ്ത് കിട്ടും. ഇനി ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലിട്ട ഉടനെ തന്നെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പൂരി നല്ല ഒറ്റ കൊമളയായിട്ട് നമുക്ക് പൊങ്ങിക്കിട്ടും. പൊങ്ങി വന്ന ഉടനെ തന്നെ നമ്മൾ മറിച്ചിടരുത്. ഒരു വശം നന്നായിട്ട് മുറുകി കഴിയുമ്പോൾ മാത്രമേ മറിച്ചിടാവുള്ളൂ. ഇങ്ങനെ മറിച്ചിട്ട് 2 വശവും മൂത്ത് വരുമ്പം എണ്ണയിൽ നിന്നും മാറ്റാം. അപ്പോൾ ഇതുപോലെ ബാക്കിയിരിക്കുന്ന പൂരി മുഴുവൻ നമുക്ക് പൊരിച്ചെടുക്കാം. അതുപോലെ തന്നെ പൊരിച്ചെടുക്കുന്ന പൂരി ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വരാത്ത പോലെ വെക്കുവാണെങ്കിൽ കുറേ സമയം നമുക്ക് ഇതേപോലെ തന്നെ താണു പോകാതെ പൂരിയിരിക്കും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. അതുപോലെ നൈസ് കിച്ചൻ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.